PSC വിറ്റ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് തിരഞ്ഞെടുത്ത ആനുകാലികം ചോദ്യങ്ങളാണ്. 2025 മെയ്യിൽ അന്തരിച്ച ഡോക്ടർ ജയന്തി നർലിക്കർ ഏത് മേഖലയിൽ മികവ് തെളിയിച്ചത്? ജ്യോതിശാസ്ത്രം. 2025 മെയ്യിൽ അന്തരിച്ച ഡോക്ടർ ജയന്തി നർലിക്കർ ഏത് മേഖലയിലാണ് മികവ് തെളിയിച്ചത്? ജ്യോതിശാസ്ത്രം. രാജ്യത്തെ ആദ്യത്തെ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം എവിടെയാണ്? ഗോവ. രാജ്യത്തെ ആദ്യത്തെ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം എവിടെയാണ്? ഗോവ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമായ ജനാസു ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമായ ജനാസു ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ്. 2025 പുരുഷ വിഭാഗം IPL ക്രിക്കറ്റിലെ ജേതാക്കൾ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ്. 2025 പുരുഷ വിഭാഗം IPL ക്രിക്കറ്റിലെ ജേതാക്കൾ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ്. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ ജനസംഖ്യാ കണക്കെടുപ്പാണ് 2026 ആരംഭിക്കുന്നത്? 8ാമത്തെ. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ ജനസംഖ്യാ കണക്കെടുപ്പാണ് 2026 ആരംഭിക്കുന്നത്? 8ാമത്തെ. 2025 ലോക സുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒപാൽ സുജാത ചുങ്സ്രി ഏത് രാജ്യക്കാരിയാണ്? തായ്ലാൻഡ്. 2025 ലോക സുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒപാൽ സുജാത ചുങ്സ്രി ഏത് രാജ്യക്കാരിയാണ്? തായ്ലാൻഡ്. രാജ്യത്തെ ഏത് തീവണ്ടിയിലാണ് ആദ്യമായി ATM സേവനം പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചത്? പഞ്ചവടി എക്സ്പ്രസ്. രാജ്യത്തെ ഏത് തീവണ്ടിയിലാണ് ആദ്യമായി ATM സേവനം പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചത്? പഞ്ചവടി എക്സ്പ്രസ്. സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ എന്ന ബഹുമതി നേടിയത് കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ. സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ എന്ന ബഹുമതി നേടിയത് കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ. 2025 മാർച്ച് തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചരക്ക് നീക്കത്തിൽ ഒന്നാമതെത്തിയത് വിഴിഞ്ഞം തുറമുഖം. 2025 മാർച്ച് തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചരക്ക് നീക്കത്തിൽ ഒന്നാമതെത്തിയത് വിഴിഞ്ഞം തുറമുഖം. വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കുന്ന രാജ്യത്തെ ആദ്യ സർവകലാശാല കൊച്ചിൻ ജെയിൻ യൂണിവേഴ്സിറ്റി. വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സർവകലാശാല കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സംസ്ഥാനത്തെ ആദ്യ AI ലേണിംഗ് പ്ലാറ്റ്ഫോം സൂപ്പാലേൺ. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സംസ്ഥാനത്തെ ആദ്യ AI ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സൂപ്പാലേൺ. രോഗങ്ങളുടെ വരവ് മുൻകൂട്ടി അറിയിക്കാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഡിജിറ്റൽ സംവിധാനമാണ് എപ്പിഫോം. രോഗങ്ങളുടെ വരവ് മുൻകൂട്ടി അറിയിക്കാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഡിജിറ്റൽ സംവിധാനമാണ് എപ്പിഫോം. 2025 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൻ്റെ വേദി തിരുവനന്തപുരം. 2025 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൻ്റെ വേദി തിരുവനന്തപുരം. 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി വെള്ളാനിക്കര. 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി വെള്ളാനിക്കര. 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് വിനോദ് കുമാർ ശുക്ല. 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് വിനോദ് കുമാർ ശുക്ല.